ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് വന്നിട്ടുള്ളത് ചട്ടഞ്ചാലിലാണ്. ചട്ടഞ്ചാൽ പുത്തിരിയെടുക്കും. ഇത് ഞാൻ സ്ഥിരം മരിയുന്ന പൾപ്പ് തന്നെ. വലിയ കട്ടിക്കാടൊന്നല്ല, എന്നാൽ അത്യാവശ്യ കാടെല്ലാം ഉണ്ട്. ഇതൊന്ന് കുറച്ചെല്ലാം അരിഞ്ഞിട്ടായി. തുടക്കത്തിൽ വീഡിയോ എടുത്തിട്ടാ, കുറച്ച് അരിഞ്ഞിട്ടെല്ലാം ആയി. കുറച്ചേ ഉള്ളൂ. കൂടുതൽ മൊഞ്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ മുകളിൽ തന്നെ തട്ടിയിട്ടൊരു പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ പെരക്ക് അങ്ങനെ ഉണ്ട്. ബാക്കി അവിടെല്ലാം കുറച്ചായിരുന്നു ഞാൻ ആ സൈഡെല്ലാം. ഇനി ഇത് ഈ മുട്ട പോകാനുണ്ട്. പിന്നെ ലേശൻ്റെ ബാക്കിലും പിന്നെ ഇതിൻ്റെ ഈ സൈഡ് നല്ലൊരു കുളമെല്ലാം ഉണ്ട്. ആ കുളമെല്ലാം നിങ്ങൾക്ക് ഞാൻ അരിഞ്ഞിട്ട് അതിൽ കാണിക്കാം. ഇവരെന്ന് വീട്ടുകാരെന്ന് ഉണ്ടാക്കിയ നല്ല അടിപൊളി കുളം. ഈ പെരക്കൊരു പ്രത്യേകതയില്ലേ, നല്ല നമ്മുടെ വില്ലേജ് വീട് എന്നല്ല പറയുന്ന പോലെ നല്ല പഴയ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വീട്. നല്ല രസമാണ് ഇത് കാണാൻ. ആ കുളം ഇത് അരിഞ്ഞിട്ട് തരാൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ബാക്കി വീഡിയോ പണി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിനി ഏകദേശം. ഇതാ ഇതാ വെളുപ്പിൻ്റെ പുറകു വശമാണ്. നോക്കിയാ വീട്. ഇവിടെ പണിക്ക് വന്നതിൽ ഞാൻ സ്ഥിരമായിട്ട് ഇരുന്നെങ്കിൽ ഈ വീട് ഭയങ്കര രസമാണ്. നൊസ്റ്റാൾജിയ. വലിയ വൃത്തിയൊന്നും വേണ്ട, മുള്ള അരിഞ്ഞാൽ മതി അറിഞ്ഞുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ. ഇല്ലാതെ കുറച്ചും കൂടി താത്തി അരിഞ്ഞാൽ ഇങ്ങനെ അടി വൃത്തിയാട്ടീന്. അവർക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. നമ്മളെന്നെ ഒരു ചങ്ങായാണ് സ്ഥിരം ഞാൻ എന്നെ അരിയുന്നുണ്ട്. തോട്ടമെല്ലാം അരിയാനുണ്ടെന്നില്ല, തോട്ടമില്ല. ഇപ്പോൾ ഏതായാലും ഇനൊരു വട്ടം കൂടി വരാനുണ്ടാവും. അപ്പോൾ പിന്നെ തോട്ടമെല്ലാം അരിയാനുണ്ടാവും. നല്ല കളവാണ് ഈ വീട്ടിൻ്റെ. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാനൊരു കുളമാണ്. വെള്ളം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്, വെള്ളം ക്ലിയർ ഉണ്ടായാൽ അതിനുള്ളിൽ തുള്ളായി ഒരു നീന്തലെല്ലാം നീന്തിയിട്ട് പോയി. ഓക്കെ, എന്താ രസം കുളം. ഓക്കെ, ഇലയെല്ലാം കൊത്തിയത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലിയറാക്കി, വെള്ളമെല്ലാം ക്ലിയറാക്കിയാൽ നല്ല രസം ഉണ്ടാവും. വീട്